കർണാടകയിൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നു. സർക്കാർ ഏത് നിമിഷവും തകരും. മുഖ്യമന്ത്രിയുടെ കസേര ആടുകയാണ്. ബംഗളൂരുവിലെ BJP വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വാക്കുകളാണിവ. അയൽ സംസ്ഥാനമായ കേരളത്തിൽ 5 വർഷത്തേക്ക് 5 മുഖ്യമന്ത്രിമാരെ വെക്കാൻ കോൺഗ്രസ് തയ്യാറാവണമെന്ന പരിഹാസവും അദ്ദേഹം അവിടെ നിന്ന് തൊടുത്തുവിട്ടു. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഈ പ്രവചനങ്ങൾ വെറും രാഷ്ട്രീയ സ്വപ്നങ്ങൾ മാത്രമാണോ? കർണാടകയിൽ കസേരകൾക്ക് ഒരു ഇളക്കവുമില്ല എന്നും സർക്കാർ സുരക്ഷിതമാണ് എന്നും കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തിരിച്ചടിക്കുമ്പോൾ ദക്ഷിണേന്ത്യയിൽ മോദി നടത്തുന്ന ഈ രാഷ്ട്രീയ നീക്കങ്ങളുടെ ലക്ഷ്യമെന്ത് നോക്കാം. ബംഗളൂരിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി തന്റെ രാഷ്ട്രീയ പ്രസംഗം നടത്തിയത്. മോദിയുടെ ഈ പ്രസംഗം പ്രധാനമായും കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിലെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. അതിലെ ഓരോ വാദഗതികളും രാഷ്ട്രീയപരമായ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് എന്നതും നമുക്ക് കാണാം. കർണാടകയിൽ കാവ്യ തരംഗം ആഞ്ഞടിക്കുകയാണ് എന്നും ഭരണവിരുദ്ധ വികാരം കാരണം സർക്കാർ ഏതു നിമിഷവും തകരുമെന്നും മോദി വാദിക്കുമ്പോൾ ഇതിന് കൃത്യമായ വസ്തുതകളുടെ പിൻബലമില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മറിച്ച് പ്രതിപക്ഷത്തെ മാനസികമായി തകർക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഇതെന്നും വിമർശനം ശക്തമാണ്. കോൺഗ്രസിനെ വഞ്ചനയുടെ പാർട്ടിയായി ചിത്രീകരിക്കുകയും തമിഴ്നാട്ടിൽ DMKയെ അവർ പിന്നിൽ നിന്ന് കുത്തിയെന്ന് ആരോപിക്കുകയും ചെയ്യുന്നതിലൂടെ ഇന്ത്യ സഖ്യത്തിൽ വിള്ളലുണ്ടാക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചത്. എന്നാൽ BJP ഇതര സംസ്ഥാനങ്ങളിൽ സർക്കാരുകളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണ് വഞ്ചനയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് ഇതിന് നൽകിയ മറുപടി. പ്രധാനമന്ത്രിയുടെ കടന്നാക്രമണത്തിന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മറുപടിയുമായി രംഗത്തെത്തിയിരുന്നു കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. മോദിയുടെ രാഷ്ട്രീയ കണ്ണാടിയിൽ കാണുന്നതല്ല സംസ്ഥാനത്തെ യാഥാർത്ഥ്യമെന്ന് ശക്തമായി ഓർമ്മിച്ചുകൊണ്ട് മോദി എന്താണ് കാണുന്നതെന്ന് തനിക്കറിയില്ല, പക്ഷേ ഇവിടെ കസാരകൾക്ക് ഒരു ഇളക്കവുമില്ല. ശിവകുമാറിന്റെ ഈ രാഷ്ട്രീയ വാക്കുകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ഓളമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കർണാടക സർക്കാർ 5 വർഷം തികയ്ക്കുമെന്ന് ആവർത്തിച്ച അദ്ദേഹം തമിഴ്നാട്ടിലെ TVK പിന്തുണ സംബന്ധിച്ച് മോദിയുടെ വിമർശനത്തിന് BJPയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നത് മാത്രമാണ് മതേതര ശക്തികളുടെ ലക്ഷ്യമെന്നും അതിന് എന്തും ചെയ്യാൻ തങ്ങൾ തയ്യാറാണുമാണ് എന്ന് മറുപടി നൽകി. സഖ്യകക്ഷികളെ കോൺഗ്രസ് വഞ്ചിക്കുന്നു എന്ന മോദിയുടെ ആരോപണം BJP നിരന്തരം പയറ്റുന്ന ഓപ്പറേഷൻ താമര എന്ന അട്ടിമറിയുടെ രാഷ്ട്രീയത്തെ മറച്ചുപിടിക്കാനുള്ള തന്ത്രം മാത്രമാണ് എന്നും കോൺഗ്രസ് നേതൃത്വം കുറ്റപ്പെടുത്തുന്നു. കർണാടകയ്ക്ക് പുറമെ അയൽ സംസ്ഥാനമായ നമ്മുടെ കേരളത്തെയും തമിഴ്നാടിനെയും നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ വിമർശിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം നേടിയിട്ടും മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ സാധിക്കാത്ത കോൺഗ്രസിന്റെ ദൗർബല്യത്തെ അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. 5 വർഷത്തേക്ക് 5 മുഖ്യമന്ത്രിമാർ എന്ന വിചിത്രമായ നിർദ്ദേശം ഹൈക്കമാൻഡിന് നൽകി മോദി കേരളം ഭരിക്കാനല്ല, മറിച്ച് ഗ്രൂപ്പ് പോരി തീർക്കാനാണ് കോൺഗ്രസിന് താല്പര്യമെന്ന് ആരോപിക്കുന്നുണ്ട്. കേരളത്തിൽ BJP സീറ്റുകൾ വർദ്ധിപ്പിച്ചത് ചൂണ്ടിക്കാണിച്ച് ബംഗാളിലേതുപോലെ കേരളത്തിലും താമര വിരിയുന്ന കാലം അടുത്തുണ്ടെന്ന രാഷ്ട്രീയ പ്രവചനം കൂടെ മോദി അവിടെ നിന്ന് നടത്തുന്നുണ്ട്. ചുരുക്കത്തിൽ കർണാടകയിലെ കസേരകൾക്ക് ഇളക്കമുണ്ടെന്ന് മോദി പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ദക്ഷിണേന്ത്യയിൽ തന്റെ പാർട്ടി നേരിടുന്ന രാഷ്ട്രീയ തകർച്ചയെ മറച്ചു വെക്കാനുള്ള പുകമറ മാത്രമാണ്. വഞ്ചനയെക്കുറിച്ചും കസാരക്കളികളെക്കുറിച്ചും മോദി സംസാരിക്കുമ്പോൾ ജനങ്ങൾ കാണുന്നത് ഭരണഘടനയും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന പ്രാദേശിക ശക്തികളെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, അധികാരമല്ല ജനവിശ്വാസമാണ് ഏതൊരു സർക്കാരിന്റെയും അടിത്തറ. ആ അടിത്തറ തകർക്കാൻ രാഷ്ട്രീയ പരിഹാസങ്ങൾക്കോ ആരോപണങ്ങൾക്കോ സാധ്യമല്ല.